എക്കണോമിക് ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, സാമൂഹികവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങൾ നേരിടാൻ അല്ലെങ്കിൽ നിറവേറ്റാൻ ഭരണഘടനാപരമായ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള യാതൊരു ഓപ്ഷൻസും നിലവിലില്ലെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അബ്നോർമൽ, വയലന്റ് എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. അതിന് അതേ കാര്യം വേറെ രീതിയിൽ നിങ്ങൾക്കൊരു വ്യവസ്ഥയില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സോ there is a justification for unconstitutional methods. അവിടെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ലൈക്ക് ഉപ്പ് സത്യാഗ്രഹം, അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. കാരണം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, നമ്മളെ ഭരിക്കുകയാണ്, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ നമ്മളെങ്ങനെയാണ് അത് പ്രകടിപ്പിക്കുക? എന്നിട്ട് പോലും ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ വയലൻസ് ഒക്കെ വന്നപ്പോൾ ഗാന്ധിജിക്ക് പോലും നിർത്തേണ്ടി വന്നു. ഈ ചൗരി ചൗര കേസൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. കാരണം നമ്മളെ ഈ ചുട്ടരിക്കുന്ന വിപ്ലവ രാഷ്ട്രീയമല്ല ഇന്ത്യ പിന്തുടർന്നിട്ടുള്ളത്. ഇന്ത്യക്കെന്നല്ല, ലോകത്ത് ഒരു സമൂഹത്തിന് അത് പിന്തുടരാൻ കഴിയില്ല. അത് പക്ക ഫാഷിസമാണ്. കുറെ കൊല്ലുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് കൊലയെ ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം കൊല എന്ന് പറയുമ്പോൾ അത് നിങ്ങളും ആകാമല്ലോ ഇര. സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതൊരു ഹരമായിട്ട് തോന്നുന്നത് നിങ്ങൾ തടയുന്നത് കൊണ്ടാണ്. നിങ്ങളെ തടഞ്ഞാൽ എങ്ങനെയുണ്ടോ? നിങ്ങളെ തടയാമല്ലോ. നിങ്ങൾക്ക് തടയാമെങ്കിൽ നിങ്ങളെയും തടയാം. അപ്പം പരസ്പരം തടയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവായി ആ രാജ്യത്തിൻ്റെ റൂൾ ഓഫ് ലോ എവിടെ പോകും എന്നുള്ള ആലോചിക്കണം. അതല്ല, ഞങ്ങൾ തടയും, നിങ്ങൾ തടയപ്പെടും, നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഈ കൊളോണിയലിസത്തിനേക്കാളും വിദേശ ശക്തിയേക്കാളും ഒക്കെ കടുത്ത ഫാഷിസമാണ്. അതിനുള്ള അവകാശം ആർക്കും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പ്രൈമറി ഡോക്യുമെൻ്റാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണത്തിൽ സജീവമായ സമഗ്രമായ സംഭാവനകൾ ചെയ്തൊരു വ്യക്തിയാണ് അംബേദ്കർ. അംബേദ്കർ പറയുന്നുണ്ട്, when there was no way left for constitutional methods for achieving economic and social objectives, there was a great deal of justification for unconstitutional methods. But where constitutional methods are open, എന്നാൽ ഭരണഘടനാപരമായിട്ടുള്ള വകുപ്പുകൾ അല്ലെങ്കിൽ അവസ്ഥകൾ ലഭ്യമായിരിക്കെ ഇന്ത്യയെ സംബന്ധിച്ചോളം ആണ്. ഇന്ത്യ ഈസ് റൺ ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ അല്ലെന്ന് ഒരുത്തൻ പറഞ്ഞാൽ അവൻ ആക്ച്വലി ഇന്ത്യയുടെ if he is or she is a citizen of this country and they think that India is not run by the constitution, I don't think that they have any moral right to continue. കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്നതാണ് മറ്റേതാണ് എന്നൊക്കെ പറയുന്ന ചില വഷളൻ സംഭാഷണങ്ങൾ പലരും നടത്താറുണ്ട്. പക്ഷെ അവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, ദിസ് കൺട്രി ഈസ് റൺ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. കൺട്രി ഈസ് റൺ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് എഴുതിയ ആളല്ല, അത് ഉണ്ടാക്കിയവരല്ല, അതിനുവേണ്ടി വോട്ട് ചെയ്തവരല്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെൻസസ് ആണ്, ഒരു പൊളിറ്റിക്കൽ, എക്കണോമിക്, മോറൽ കൺസെൻസസ് ആണ്. അത് ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് രാജ്യത്തിലെ പ്രധാന, അല്ലാതെ ഒരു വ്യക്തിയല്ല. ഒരു വ്യക്തിയിൽ നിന്ന് വരുന്ന വെളിപാടുകളോ അല്ലെ വ്യക്തി തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഭൂരിപക്ഷം തീരുമാനിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു ഭൂരിപക്ഷ സർക്കാരിന് 450 സീറ്റ് 545 450 സീറ്റ് ഒരു സർക്കാരിന് വന്നാലും ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ് സുപ്രീം. കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇത് റൺ ചെയ്യുന്നത്. അത് ചില കൊച്ചു പുസ്തകങ്ങൾ എടുത്ത് പോക്കറ്റിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആ ഒരു സത്യം സാർത്ഥകമാക്കാൻ സാധിക്കില്ല. അതൊക്കെ ഷോകളാണ്. ആ ഷോകളാണെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വലിയ തോതിൽ പരിക്കേൽപ്പിച്ചവരൊക്കെയാണ് പിൽക്കാലത്ത്. ഞാൻ ചരിത്രമായിട്ട് പറയുകയല്ല, എന്നാലും അങ്ങനെയൊക്കെ തോന്നുന്നത് നല്ലതാണ്. പക്ഷെ എന്നിരുന്നാലും ഇതാണ് അതിൻ്റെ കേസ്. So there can be no justification for the unconstitutional method. These methods are nothing but the grammar of anarchy, and sooner they are abandoned and the better for us. ഇത് എത്രയും പെട്ടെന്ന് അബാൻഡൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അരാജകത്വത്തിൻ്റെ വ്യാകരണമാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ ഹർത്താൽ നടത്തിയവർ അംബേദ്കറിനെ പിൻപറ്റുന്നവരല്ല എന്ന് നിസ്സാരമായി പറഞ്ഞ് തീർക്കാൻ പാടില്ല. അവർ അംബേദ്കറിനെതിരായി പ്രവർത്തിക്കുന്നവരാണ്. അതാണല്ലോ കറക്റ്റ്. അംബേദ്കറിനെ പിൻപറ്റുന്നവരല്ല എന്ന് പറയുമ്പോൾ സംവെയർ നോർമൽ, ദേ ആർ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്. അതാണ് അതിൻ്റെ കറക്റ്റായിട്ട് കാര്യം. അംബേദ്കർ ആ ഒരു പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വിഷ് ടു മെയിൻറ്റെയിൻ ഡെമോക്രസി നോട്ട് മിയർലി ഇൻ ഫോം ബട്ട് ഓൾസോ ഇൻ ഫാക്ട്
what we must do. The first thing in my judgment we must do is to hold fast to the constitutional methods of achieving our social economic objectives. See, നമ്മളുടെ if we wish to maintain democracy, not merely in form എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം നോക്കുക, ഘടനാപരമായിട്ട് ജനാധിപത്യമാണ്, പക്ഷെ സബ്സ്റ്റൻസിൽ ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാര്യമില്ല. നോക്കുമ്പോൾ അത് ഈ കാർഡ്ബോർഡ് പോലെയാണ്. കാർഡ്ബോർഡ് ഫിഗർ അല്ലല്ലോ യഥാർത്ഥ ഫിഗർ. ഫോം ശരിയാണ്. ഇപ്പോൾ മുജദ്ദാവ ഖൊമേനിയുടെ കാർഡ്ബോർഡ് ഫിഗർ കാണിച്ചു കഴിഞ്ഞാൽ ഫോമിൽ കറക്റ്റാണ്, പക്ഷേ സബ്സ്റ്റൻസിൽ അങ്ങനെയല്ല. ഫോമിലും സബ്സ്റ്റൻസിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് ശരിക്കും നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയാൻ സാധിക്കുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? വി മസ്റ്റ് ഡു ഈസ് ടു ഹോൾഡ് ഫാസ്റ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ഓഫ് അച്ചീവിങ് അവർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഒബ്ജക്ട്സ്. നമ്മളുടെ സോഷ്യൽ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഹോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മുറുകെ പിടിക്കുക. വി മസ്റ്റ് ഡു ഈസ് ടു ഹോൾഡ് ഫാസ്റ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ്, അല്ലാതെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല. അപ്പോൾ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നൊക്കെ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന കാര്യം. എങ്ങനെയാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ടത്? കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്നത്. ചില ആൾക്കാർ പറയുന്നുണ്ട്, ഓരോരുത്തർ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെതിരെ കലാപം ഉയരണം, കലാപം ഉയർന്നില്ലെങ്കിൽ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ സമൂഹം മുഴുവൻ, ആ വില്ലേജ് മുഴുവൻ ചുട്ടരിക്കപ്പെടണം. ഇങ്ങനെയൊക്കെ കുറേ പറയുന്ന മുദ്രാവാക്യങ്ങളുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ സമൂഹം മൊത്തം അതിനെതിരെ പ്രതികരിക്കണം. വി കനോട്ട് ബി ലൈക്ക് ദാറ്റ്. എങ്ങനെയാണ് സമൂഹം മൊത്തം ഒരു പ്രശ്നത്തിനെതിരെ പ്രതികരിക്കുന്നത്? ഡിവൈഡഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവിടെ ഇൻഡിവിജ്വലായിട്ട് ആർക്കെതിരെയാണ് അനീതി ഉണ്ടായ അയാൾക്ക് നീതി ലഭിക്കണം, അയാൾക്ക് നീതി ലഭിക്കണം. അല്ല അതിന് ഈ സമൂഹം മുഴുവൻ പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ ആ സമൂഹം അല്ലെങ്കിൽ ആ വില്ലേജ് മുഴുവൻ ചുട്ടരിക്കപ്പെടണം എന്നൊക്കെയുള്ള വഷളൻ മുദ്രാവാക്യമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അവർ എപ്പോഴും അവർ സന്തോഷിക്കുന്നത് അല്ലെ അവർ കരുതുന്നത് ഈ കത്തിയെരിയപ്പെടുന്ന വില്ലേജിൽ അവരുണ്ടാവില്ല എന്നാണ്. അതാണ് അവരൊരു ഈ വലിയ തീവ്ര വയലൻ്റ് ആയിട്ടുള്ള മുദ്രാവാക്യങ്ങളെല്ലാം വിളിക്കുന്നവർ കരുതുന്നത്. ഈ മുദ്രാവാക്യത്തിൻ്റെ തലക്കൽ അല്ലെ ആ ഒരു ഹാമർ വന്ന് പതിക്കുന്നിടത്ത് അവരുടെ തല ഉണ്ടാവില്ല, അതുകൊണ്ട് കൊള്ളാം. നമ്മളെല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളിലും അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ബാധിക്കാത്തതും നമുക്ക് ശിക്ഷ ലഭിക്കാത്തതുമാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അവനൊരു ഹർത്താൽ മേളിൽ നിന്ന് ഉപദേശിച്ചു, അവൻ പോയി തടയുന്നുവെങ്കിൽ അന്നത്തെ ദിവസം അവൻ കരുതലോടെ വരും. അവൻ്റെ പണി അതാണ്. അവന് നഷ്ടപ്പെടാനൊന്നുമില്ല. അവന് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനില്ല, അല്ലെങ്കിൽ അവന് പാസ്പോർട്ട് വെരിഫിക്കേഷൻ പോകാനില്ല, അവനല്ലെങ്കിൽ രോഗിയായിട്ട് ചികിത്സ തേടേണ്ട അവസ്ഥയില്ല. അവനങ്ങനെയുള്ള അർജൻസി ഒന്നുമില്ല. അവന് വീട്ടിലിരുന്നാൽ മതി, അവനെ പ്രൊപ്പൽ ചെയ്യുന്നു. അതുകൊണ്ട് അവൻ അതിൽ നിന്ന് ഒഴിവായിരിക്കുന്നു. ഇത് അവൻ്റെ ആരെങ്കിലും അരുമയോ മകനോ മകളോ അല്ലെങ്കിൽ പിതാവോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ഒക്കെ മറുവശത്ത് വരുമ്പോഴായിരിക്കും ഇവർ അത് മോശമായിപ്പോയി. എന്നാൽ ഇങ്ങനെ അറിയേണ്ടതല്ല ഇത്തരം കാര്യങ്ങൾ. അല്ലാതെ തന്നെ തിരിച്ചറിയാൻ മനുഷ്യർക്ക് സാധിക്കണം. ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാനായി ചാടി നോക്കേണ്ട കാര്യമില്ലല്ലോ. പല കാര്യങ്ങൾക്കും നമുക്കറിയാൻ കഴിയും. മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു,